is economic integration. Different forms of integration പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം we will be going to discuss about the various barriers of international relations. എന്തൊക്കെ തടസ്സങ്ങളാണ്, എന്തൊക്കെ എൻട്രി ബാരിയേഴ്സ് ആണ് ഓരോ രാജ്യവും ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. സോ രണ്ട് ടോപ്പിക്സ്. ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എക്കണോമിക് ഇന്റഗ്രേഷൻ. ഓക്കെ, ഒരു റീജിയണൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു റീജിയണൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ എമർജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് നടത്താൻ പോകുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് നടത്തുകയും കോൺസെൻട്രേറ്റ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാനുമുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ് ഡിഫറെന്റ് റീജിയൻസ്. അതായത് ഇക്കണോമിക്കലി പ്രിഫർ ചെയ്യുന്ന ഏരിയ, അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ തൊട്ട് കംപ്ലീറ്റ് എക്കണോമിക് ഇന്റഗ്രേഷൻ വരെ വരുന്ന ഒരു ചെയിൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻസ് ഉണ്ട്. അതായത് ഏറ്റവും ബേസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രീ ട്രേഡ് ഏരിയ, 2-3 കൺട്രികൾ ചേർന്നിട്ട് ഒരു ഫ്രീ ട്രേഡ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവലിൽ നോക്കുവാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഇക്കണോമിക്കൽ ഇന്റഗ്രേഷൻ ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇക്കണോമിക് ഇന്റഗ്രേഷനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഡിപെൻഡന്റ് ഇക്കോണമി കൺസെപ്റ്റ് വെച്ചിട്ട് ഇൻഡിപെൻഡന്റ് ഇക്കോണമി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇന്റഗ്രേഷൻ അല്ല, അവർ ഒറ്റയ്ക്ക് നിന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ലൈക്ക് വാട്ട് ഹാപ്പൻഡ് വിത്ത് ചൈന ഡ്യൂറിങ് early 70s. 70കളുടെ മിഡോട് കൂടി ചൈന എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്തത്, ആ ഒരു സിറ്റുവേഷനെയാണ് ഇൻഡിപെൻഡന്റ് ഇക്കോണമി എന്ന് പറയുന്നത്. അതായത് ഇവര് റീജിയണൽ ആയിട്ടുള്ള ഗ്രൂപ്പിങ്ങിനോ റീജിയണൽ ആയിട്ടുള്ള ട്രേഡ് ഡെവലപ്മെന്റിനോ ട്രൈ ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് നിന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു എയിമോട് കൂടി ഒറ്റയ്ക്ക് നിന്നിട്ട് ഗ്ലോബലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വേ ആണ് ആക്ച്വലി ഇൻഡിപെൻഡന്റ് ഇക്കോണമി. ദേ ആർ നോട്ട് റെഡി ടു ഹാവ് ടൈ-അപ്സ് വിത്ത് എനി അതർ എക്കണോമിക് റീജിയൻ ഓർ എനി അതർ കൺട്രി. സോ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ there will be a preferential trade area. അതായത് കൺട്രികൾ ട്രേഡ് നടത്താൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഏരിയ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏഷ്യ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഇതൊരു പ്രിഫറൻഷ്യൽ ഏരിയ ആണ്. അവിടെ അതിനുവേണ്ടി ഫ്രീ ആയിട്ടുള്ള അതിനുവേണ്ടിയുള്ള എൻട്രി റെഗുലേഷൻസിനകത്തുള്ള ചേഞ്ചസോ അങ്ങനെ ഒരു കാര്യവുമില്ല. അവർ പ്രിഫർ ചെയ്യുന്ന ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം. അതായത് ഒരു ഗ്രൂപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ലെവലിലുള്ള ഗ്രൂപ്പിംഗ് ആണ്. ഇവിടെ ഒരു ട്രേഡ് ഏരിയ പ്രിഫർ ചെയ്യുന്നു, അല്ലാതെ അവർ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് സോൺ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ഏരിയയായി. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ നാഫ്തയുണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയും. ഇവര് ആ 3 രാജ്യങ്ങൾ, അമേരിക്കയിൽ വരുന്ന നോർത്തൻ അമേരിക്കയിൽ വരുന്ന 3 രാജ്യങ്ങൾ, മെക്സിക്കോ, അമേരിക്ക ആൻഡ് കാനഡ, ഇവര് 3 പേരും അവിടെ ട്രേഡ് നടത്തുന്നതിൽ റെസ്ട്രിക്ഷൻസോ ടാക്സസോ ഇമ്പോസ് ചെയ്യില്ല. സോ ഫ്രീ ട്രേഡ് ആണ്. 3 ഒരേ രീതിയിലായിരിക്കും പ്രൊഡക്ട്സ് മൂവ്മെന്റ് അലോ ചെയ്യുക. 3 പ്രൊഡക്റ്റ് എൻട്രിയും എക്സിറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എൻട്രിയും എക്സിറ്റും ഒക്കെ ഒരു റെഗുലേഷൻ ഇല്ലാതെ നേരെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫ്രീ ട്രേഡ് ഏരിയ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കസ്റ്റംസ് യൂണിയൻ, ദെൻ കോമൺ മാർക്കറ്റ്. അതിന് മുകളിലുള്ള സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മോണിറ്ററി യൂണിയൻ, അതിനു മുകളിലാണെങ്കിൽ ഒരു ഫിസിക്കൽ യൂണിയൻ, ആൻഡ് ഫൈനലി ഒരു പൊളിറ്റിക്കൽ യൂണിയൻ. ഇത്രയുമാണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ നോക്കുവാണെങ്കിൽ ലെവൽസിൽ വരുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഫോർ ദാറ്റ്, ഏറ്റവും ബേസിക് ലെവലിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിട്ട് നിൽക്കുന്നു, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇക്കോണമി. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു, ലൈക്ക് സാർക്ക് നേഷൻസ്. സോ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഏഷ്യയിൽ വരുന്ന നേഷൻസിനിടയിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ്, എല്ലാവരും ട്രേഡ് ചെയ്യാം, അതൊരു പ്രിഫേർഡ് സോൺ എന്നുള്ള രീതിയിൽ നിലനിർത്തുന്നു. ഇനി ഈ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ബോഡി ഒരു സാഫ്ത ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, സാഫ്ത എന്ന് പറയുന്നത് സാർക്ക് ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്, ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ഈ റീജിയണിൽ ട്രേഡ് നടത്തുമ്പോൾ അഡീഷണൽ ടാക്സ് ഇമ്പോസിഷനോ അഡീഷണൽ കോട്ട ഇമ്പോസിഷനോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി.
ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒരു റെസ്പോൺസ് ഫീൽ ചെയ്യുന്നില്ല, ഒന്ന് കമന്റ് ചെയ്യാവോ? ക്ലിയർ ആവുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ? യാ, ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മൾ പറഞ്ഞത് ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ്. സോ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി ഒരു ഇൻഡിപെൻഡന്റ് ഇക്കോണമി ആയിട്ട് നിൽക്കുന്നു, അതായത് അവർ ഇന്റഗ്രേഷനിലേക്ക് പോകുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നു. ദെൻ ഡൊമസ്റ്റിക് ഇക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും ഡൊമസ്റ്റിക്കലി ഡ്രിവൺ ആയിരിക്കും, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ടിവിറ്റി കുറവായിരിക്കും. തൊട്ട് മുകളിൽ ഇന്റഗ്രേഷൻ കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് കാണാവുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. സോ ദെയർ വിൽ ബി എ പ്രിഫറൻസ്. നമ്മൾ ഈ ഒരു റീജിയനുമായിട്ടായിരിക്കും ട്രേഡ് കൂടുതലായിട്ട് നടത്തുക, ഈ ഒരു റീജിയനുമായിട്ട് ട്രേഡ് നടത്തണം എന്നുള്ളൊരു അജണ്ടയോട് കൂടിയായിരിക്കും അവർ വർക്ക് ചെയ്യുക. അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, സാർക്ക് നേഷൻസിന് ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആക്കി മാറ്റുന്നു. സാർക്ക് നേഷൻസിൽ ട്രേഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു എഗ്രിമെന്റ് റൈറ്റ് ചെയ്യുന്നില്ല, അവർ അവിടെ ഒരു ഫ്രീ ട്രേഡ് സോൺ ആക്കി മാറ്റുന്നില്ല, ജസ്റ്റ് ട്രേഡ് നടത്താനുള്ള ഒരു പ്രിഫറൻഷ്യൽ ഏരിയ. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രീ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അവരുടെ ടാക്സ് സ്ട്രക്ചർ. ഐ മീൻ ഈ നേഷൻസ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ ടാക്സ് റെജീം എന്ന് പറയുന്നതും അതേപോലെ എൻട്രി ആൻഡ് എക്സിറ്റ് റൂൾസ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും, അതിനെയാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഇന്റഗ്രേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കോമൺ മാർക്കറ്റ്, എല്ലാവർക്കും ഒരേ രീതിയിൽ എൻട്രിയും എക്സിറ്റും അനുവദിക്കുന്ന ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി ഈ രാജ്യങ്ങൾക്കെല്ലാം സിമിലർ ആയിരിക്കും, എല്ലാ രാജ്യങ്ങളും ഒരേ രീതിയിലുള്ള മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോണിറ്ററി യൂണിയൻ ആയി മാറി. അവരുടെ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ലൈക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആയാലും ഇൻഫ്ലേഷൻ കൺട്രോൾ ആയാലും ഇതിന് വരുന്ന എല്ലാ പോളിസീസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിസ്ക്കൽ യൂണിയൻ ആണ്. ദാറ്റ് മീൻസ് ടാക്സ് റെജീം, അതേപോലെ അവരുടെ ടാക്സേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോറോയിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ലൈൻസിൽ പോകും. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ആണ്. സെയിം പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഒരേ പൊളിറ്റിക്കൽ സ്ട്രക്ചർ കൊണ്ട് എല്ലാവരും ഒരുമിച്ച് റൂൾ ചെയ്യുന്നു, ഒറ്റ ഗവൺമെന്റ് ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഡിഫറെന്റ് ലെവൽസ്. ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് ഏറ്റവും വലിയ ഏറ്റവും കോപ്പറേഷന്റെ അപ്പെക്സ് ലെവൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ യൂണിയൻ വരെയുള്ള സിനാരിയോസ് ഉണ്ട്. പൊളിറ്റിക്കൽ യൂണിയൻ നമുക്ക് മിയർലിയെ കാണാൻ പറ്റും, റെയർലിയെ കാണാൻ പറ്റുള്ളൂ. വേറെ മോണിറ്ററി യൂണിയൻ അല്ലെങ്കിൽ കോമൺ മാർക്കറ്റ് ഒക്കെ നമുക്ക് പലയിടത്തുമായിട്ട് കാണാൻ സാധിക്കും. ഫ്രീ ട്രേഡ് ഏരിയ ആണ് ഏറ്റവും കോമൺ. ദെൻ യൂറോപ്യൻ യൂണിയൻ പോലുള്ള മോണിറ്ററി യൂണിയൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ടോപ്പിക്. നമുക്കൊന്ന് നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തേത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അവർ പുറം ലോകവുമായിട്ട് ഒരു റിജീമിലേക്ക് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പ്രകാരമോ ട്രേഡിലേക്ക് പോകുന്നില്ല. ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ വരുന്നതോടുകൂടി മാത്രമേ ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്റഗ്രേഷന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എക്സിസ്റ്റ് when countries going a geographical region agree to reduce their or eliminate tariff barriers on selected goods imported from the other members of the area. This is often the small step towards creation of a trade bloc. So ഇതൊരു ഏറ്റവും ബേസിക് ലെവൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രിഫറൻസ്, ഇവർ തമ്മിൽ ട്രേഡ് നടത്താൻ വേണ്ടി ഒരു പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ടാക്സ് റെജീമില്, ടാക്സസില് അല്ലെങ്കിൽ ഒരു താരിഫില് കുറച്ച് റിഡക്ഷൻ അനുവദിക്കുക. അത് പ്രകാരം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ട്രേഡ് നടത്തുവാണെങ്കിൽ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എങ്കിലും ഓർക്കാൻ വേണ്ടി മാത്രം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻസ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഗുഡ്സിലും അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ട്രേഡ് ഗുഡ്സിലും താരിഫ് റേറ്റ്സ് ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ മറ്റു രാജ്യങ്ങളായിട്ട് ട്രേഡ് നടത്തുന്ന താരിഫിൽ നിന്നും കുറച്ച് റിഡക്ഷൻ അനുവദിക്കുകയാണെങ്കിൽ, താരിഫ് ഫ്രീ എന്നല്ല, കുറച്ച് റിഡക്ഷൻ അനുവദിക്കുകയാണ്, ബാക്കിയുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ പ്രിഫറൻസ് പാകിസ്ഥാന് കൊടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇത് ഹാപ്പൻ ചെയ്യുന്നത് ബൈലാറ്ററൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മൾട്ടി ലാറ്ററൽ റിലേഷൻഷിപ്പിലോ ആയിരിക്കും.
അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ടിലധികം രാജ്യങ്ങൾ തമ്മിൽ ചെറിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം പീരീഡിലാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഈ ഇന്റഗ്രേഷൻ പ്രകാരം താരിഫിൽ റിഡക്ഷൻസ് അനുവദിക്കുന്നു. അതായത് താരിഫ് ഇല്ല എന്നല്ല, താരിഫിൽ ചെറിയ റിഡക്ഷൻ അനുവദിച്ചുകൊണ്ട് ഒരു പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ത്യ ആൻഡ് നേപ്പാൾ, ദാറ്റ് വിൽ ബി ബെറ്റർ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. സോ നേപ്പാൾ എന്ന് പറയുന്നതായിരിക്കും ഇപ്പോൾ ബെറ്റർ. ഇന്ത്യ നേപ്പാൾ റിലേഷൻഷിപ്പ് 2 വർഷം മുമ്പ് വരെയുള്ള സിനാരിയോ എടുക്കുകയാണെങ്കിൽ അത് നോർമലി നമ്മൾ കാണുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയാസ് ആയിരിക്കും. അതായത് നേപ്പാളിനെ സംബന്ധിച്ച് കുറച്ച് ബെനിഫിറ്റ്സ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അതനുസരിച്ച് അവർക്ക് കൂടുതൽ ട്രേഡ് റിലേഷൻഷിപ്പ് ഇന്ത്യയായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് ആക്ച്വലി പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ഈസ് ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ട് അവരുടെ എൻട്രി ടാക്സസ്, അതായത് ബാരിയേഴ്സ് ടു ട്രേഡ് ഓൺ ഓൾ ഗുഡ്സ് കമ്മിങ് ഫ്രം അതർ മെമ്പേഴ്സ്, നമ്മുടെ ഈ പറയുന്ന ഒരു ഏരിയയിൽ 3 രാജ്യങ്ങളുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാവുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്, നാഫ്ത. ഈ നാഫ്തയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 3 രാജ്യങ്ങളാണ് അവിടെ വരുന്നത്, USA, കാനഡ ആൻഡ് മെക്സിക്കോ. ഈ US-ഉം കാനഡയും മെക്സിക്കോയും അവർ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ എല്ലാ ഗുഡ്സിലും, നേരത്തെ പറഞ്ഞത് പ്രിഫറൻഷ്യൽ മീൻസ് പ്രിഫറൻസ് ഇൻ ഗുഡ്സ് ആസ് വെൽ ആസ് പ്രിഫറൻസ് ബിറ്റ്വീൻ കൺട്രീസ്, ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് അവർ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിലും ആ റീജിയൻ മൊത്തമായിട്ട് ടാക്സ് ബർഡൻ എടുത്തു കളയുകയാണ്. ഓക്കെ, സോ താരിഫ് വെച്ചുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ താരിഫിലുള്ള റിഡക്ഷൻ അനുവദിക്കുക, അതേപോലെ ട്രേഡിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക. ഒരു ഫ്രീ ട്രേഡ് റീജിയൻ, ആ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ബാരിയേഴ്സ് ടു ട്രേഡ്, ആ ബാരിയേഴ്സ് ടു ട്രേഡ് ഒഴിവാക്കുന്നത് വഴി ആ ട്രേഡ് റൂട്ട്സ് ക്ലിയർ ചെയ്യുക. ഇതിനെയാണ് ഫ്രീ ട്രേഡ് ഏരിയ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് കൺസെപ്റ്റ് പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ബാരിയേഴ്സ് എടുത്തു കളയുകയാണ്. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫ്രീ ട്രേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം. മൂന്നാമത്തെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് കസ്റ്റംസ് യൂണിയൻ. A customs union involves the removal of tariff barriers between members together with the acceptance of common unified external tariff against non-members. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫ്രീ ട്രേഡ് ഏരിയ എന്താണെന്ന് മനസ്സിലായോ? ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ഒരു താരിഫ് ഉണ്ടാവില്ല. ഓക്കെ, താരിഫായിട്ടുള്ള ബാരിയർ അവരെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഈ താരിഫായിട്ടുള്ള ബാരിയർ എടുത്തു കളയുന്നു. അതിനുശേഷം ഇവര് എക്സ്റ്റേണൽ കൺട്രീസ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോ 3 രാജ്യങ്ങളുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രീ ട്രേഡ് ഏരിയ നാഫ്ത. ഈ നാഫ്തയിലെ 3 രാജ്യങ്ങളും പുറത്തു വരുന്ന കൺട്രികൾക്ക് മേൽ ഒരേ രീതിയിലുള്ള ടാക്സ് റേറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇന്ത്യ അവരുമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യ അമേരിക്കയിൽ പോയി ട്രേഡ് ചെയ്താലും, ഇന്ത്യ കാനഡയിൽ പോയി ട്രേഡ് ചെയ്താലും, ഇന്ത്യ മെക്സിക്കോയിൽ പോയി ട്രേഡ് ചെയ്താലും ഒരേ ടാക്സസ് ആണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കസ്റ്റംസ് മീൻസ് ഡ്യൂട്ടീസ്, ടാക്സസ്, താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം സിമിലർ ആയിരിക്കും. ക്ലിയർ? സോ കൺട്രീസ് ദാറ്റ് എക്സ്പോർട്സ് ദി കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് യൂണിയൻ ഓൺലി നീഡ്സ് ടു മേക്ക് സിംഗിൾ പേയ്മെന്റ്. അതായത് ഈ 3 രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ ഒരേ ഒരു പേയ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാവർക്കും ആ പേയ്മെന്റ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. സോ താരിഫ് റവന്യൂ ഇവരുടെ 3 നിന്നും ഒരുമിച്ച് കളക്ട് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ 3 പേരുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പേയ്മെന്റ് മതി എന്നൊരു കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അതായത് ഇന്ത്യ ഇപ്പോ നോർത്തേൺ അമേരിക്ക മൊത്തം ട്രേഡ് ചെയ്യുവാണെങ്കിൽ, നോർത്ത് അമേരിക്കയിലെ നാഫ്ത എന്ന് പറയുന്നത് കസ്റ്റംസ് യൂണിയൻ അല്ല, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നാഫ്ത എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് മാത്രമാണ്. വേറെ നാഫ്ത ഒരു കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ ഇന്ത്യ ആ റീജിയനിൽ എവിടെ വേണമെങ്കിലും ഈ 3 രാജ്യങ്ങളിൽ എവിടെ ട്രേഡ് ചെയ്താലും ഒറ്റ ടാക്സ് മാത്രം പേ ചെയ്താൽ മതി. ഒരിടത്ത് പേ ചെയ്യുന്ന ടാക്സ് അൾട്ടിമേറ്റ്ലി ഇവരെല്ലാവരും കൂടി കൺസോളിഡേറ്റ് ചെയ്യുന്നു. ദെൻ 3 രാജ്യങ്ങളും 3 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ബേസിക്കലി ഓർക്കേണ്ടത് സെയിം ഡ്യൂട്ടീസ് ആയിരിക്കും മൂന്നിടത്തും. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് കസ്റ്റംസ് യൂണിയൻ. അതിന്റെ ഒരു എലാബറേഷൻ ആണ്, ബിക്കോസ് ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാൻ വേണ്ടി. കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ ആസ്പെക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഇവർ മൂന്ന് പേരും എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ കൺട്രികൾക്ക് ഇടയിൽ ഒരു കോമൺ താരിഫ് റേറ്റ് ഉണ്ട്. പുറം രാജ്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, പുറം രാജ്യങ്ങളുമായിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ മൂന്ന് രാജ്യങ്ങളും ചാർജ് ചെയ്യുന്ന ടാരിഫ് റേറ്റ് ഒന്ന് തന്നെയാണ്. ദെൻ അത് കൂടാതെ ഒരു സെക്കൻഡ് ആസ്പെക്ട് എന്നുള്ള രീതിയിൽ കൺട്രി ദാറ്റ് എക്സ്പോർട്സ് ടു ദി കസ്റ്റംസ് യൂണിയൻ ഓൺലി നീഡ്സ് ടു മേക്ക് സിംഗിൾ പേയ്മെന്റ്. ദാറ്റ് ഈസ് once the goods have passed through the border, once inside the union, goods can move freely without any additional tariff revenue is then shared between members. സെക്കൻഡ് കൺസെപ്റ്റ് ഇതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന അമേരിക്കയിൽ എൻട്രി ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നമ്മൾ ഗുഡ്സ് എൻട്രി ചെയ്യുന്നത് മെക്സിക്കോ വഴിയാണ്. മെക്സിക്കോയിൽ എൻട്രി ചെയ്യുന്നു, അവിടെ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു. അതിനുശേഷം ഈ ഗുഡ്സ് മൂവ് ചെയ്തിട്ട് മെക്സിക്കോ ബോർഡർ വഴി അമേരിക്കയിലേക്ക്, യു എസിലേക്ക് എൻട്രി ചെയ്യുന്നു. യു എസിൽ എൻട്രി ചെയ്യുമ്പോൾ പിന്നീട് നമ്മളൊരു ടാക്സ് അവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം യു എസിൽ നിന്നും നമ്മൾ വീണ്ടും കാനഡയിലേക്ക് പോകുന്നു, അവിടെയും നമ്മൾ വീണ്ടും ഒരു ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഈ നാഫ്ത എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് യൂണിയൻ ആയിരുന്നെങ്കിൽ, നാഫ്ത കസ്റ്റംസ് യൂണിയൻ അല്ല ആയിരുന്നെങ്കിൽ ഇതായിരുന്നു സിനാരിയോ. ഓക്കെ, ഓരോന്നിന്റെയും ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ മൂന്ന് ഇന്റഗ്രേഷൻ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇതിന്റെ ക്ലിയർ ഐഡിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ മൂന്ന് ടേംസ് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, മൂന്ന് ടേംസ് ക്ലിയർ ആണ്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. Preferential is like GST. GST is within a country, right? Clear. GST എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മൊത്തമായിട്ട് ഒരു ടാക്സ്, ഇത് പല രാജ്യങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു റേറ്റ്. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റുകളെ രാജ്യങ്ങളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് GST ഓൺലി. സ്റ്റേറ്റുകളെ രാജ്യങ്ങളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ രാജ്യങ്ങൾക്കിടയിൽ ഒറ്റ ടാക്സ് നമ്മൾ പേ ചെയ്താൽ മതി കസ്റ്റംസ് യൂണിയൻ ഉണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ലെവൽ ഈസ്, ബിഫോർ ദാറ്റ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് നോക്കിയേക്കാം. കസ്റ്റംസ് യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ്. സോ വിത്തൗട്ട് ആൻ യൂണിഫൈഡ് എക്സ്റ്റേണൽ താരിഫ്, ട്രേഡ് ഫ്ലോസ് വുഡ് ബിക്കം ഡിസ്റ്റോർട്ടഡ്. മീൻസ് ഇങ്ങനെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള താരിഫ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ രാജ്യത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോഴും, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അമേരിക്കയുടെയാണ്, അതൊന്നും ഒഴിവാക്കിയിട്ട് യൂറോപ്യൻ കൺട്രീസ് ഒന്ന് ചിന്തിക്കുക. യൂറോപ്യൻ കൺട്രീസിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും കരമാർഗം റോഡ് വഴി നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പോകേണ്ടി വരുന്ന എത്ര രാജ്യങ്ങളുണ്ട്? ഈ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും വി മേ ഹാവ് ടു പേ ടാക്സ്. ഓക്കെ, ഓരോ രാജ്യത്തിൽ എൻട്രി ചെയ്യുമ്പോഴും നമ്മൾ ഡിഫറെന്റ് ടാക്സസ് പേ ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഒരു കസ്റ്റംസ് യൂണിയൻ ഉണ്ടെങ്കിൽ ഓരോ രാജ്യത്തിലും എൻട്രി ചെയ്യുമ്പോഴുള്ള ടാക്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരു പേയ്മെന്റ് കൊണ്ട് തന്നെ ടാക്സ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ആക്ച്വലി കസ്റ്റംസ് യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിത്തൗട്ട് എ യൂണിഫൈഡ് എക്സ്റ്റേണൽ താരിഫ്, trade flows would become distorted. If, for example, Germany imposes 10% tax on Japanese cars, France imposes 2% tariff. So ഒരു മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓരോ രാജ്യങ്ങളും ഈ പറയുന്ന യൂറോപ്പിൽ വരുന്ന ഓരോ രാജ്യങ്ങളും ഓരോ ടാക്സ് റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇവരൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കാറിന്റെ ബേസ്ഡ് ആണ്. കാർ ട്രേഡുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യത്തും ഓരോ താരിഫ് റേറ്റ് ആണ് വരുന്നതെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് താരിഫ് നടത്തുന്ന കൺട്രിയിലേക്ക് മാത്രമായിരിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനും ഒരു യൂണിഫോം ടാക്സ് റേറ്റ് കൊണ്ട് സാധിക്കും. രണ്ടാമതായിട്ട്, എ കോമൺ എക്സ്റ്റേണൽ താരിഫ് എഫക്റ്റീവ്ലി റിമൂവ്സ് ദി പോസിബിലിറ്റി ഓഫ് ആർബിട്രേജ് ആൻഡ് സം വുഡ് ആർഗ്യൂ is one of the fundamental building block of economic integration. So arbitrage situation, arbitrage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് വിത്ത് ഡിഫറെന്റ് റേറ്റ്സ് ഇൻ ഓർഡർ ടു ഹെഡ്ജ് എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഹെഡ്ജിങ് പോസിബിൾ ആക്കാൻ വേണ്ടി രണ്ട് റേറ്റിൽ ഒരിടത്ത് മേടിക്കുക, മറ്റൊരിടത്ത് വിൽക്കുക, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാവും, മറ്റൊരു രാജ്യത്തിന് അതനുസരിച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും.
സോ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ അത്തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഇല്ലാതെയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇങ്ങനെ ഒരു സെയിം താരിഫ് റേറ്റ് ഫോളോ ചെയ്യാൻ സാധിക്കാമെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇല്ലാതെയാക്കാൻ പറ്റും. ഓർബിട്രേജ് പോലുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഫക്റ്റീവ്ലി ഒരു നല്ല ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഒരുക്കാനും ഇത്തരത്തിലൊരു കസ്റ്റംസ് യൂണിയൻ ഹെൽപ്ഫുൾ ആണ്. രണ്ട് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന്, യൂണിഫൈഡ് എക്സ്റ്റേണൽ താരിഫ് ആണെങ്കിൽ പല രാജ്യങ്ങളിലും പല റേറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് ഒരു റീജിയനിൽ മൊത്തം ഒറ്റ റേറ്റ് വരുവാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് ഒരേ രീതിയിൽ അവൈലബിൾ ആയിരിക്കും. രണ്ടാമതായിട്ട്, സെയിം റേറ്റ്സ് ആണ് വരുന്നതെങ്കിൽ ഓർബിട്രേജ് സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഓർബിട്രേജ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജപ്പാനിലും നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുക്കാം. ജർമ്മനിയും ഫ്രാൻസും രണ്ട് അടുത്തടുത്ത രാജ്യങ്ങളാണ്. ജർമ്മനിയിൽ റേറ്റ്സ് കുറവാണ്, ഫ്രാൻസിൽ റേറ്റ് കൂടുതലാണെങ്കിൽ ഓർബിട്രേജ് ചെയ്യാൻ പറ്റും. ഒരിടത്തുനിന്ന് മേടിച്ച് മറ്റൊരിടത്ത് കൊണ്ട് വിൽക്കാൻ പറ്റും. അതേപോലെ അങ്ങനെ രണ്ട് മാർക്കറ്റ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം. ആക്ച്വലി അവിടെ ഒരു പ്രൊഡക്റ്റ് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അഡീഷണൽ ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആക്ച്വലി ഉണ്ടാവുകയാണ് ഓർബിട്രേജ് കൊണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സെയിം താരിഫ് റേറ്റ് കൊണ്ട് സാധിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ്, യൂണിയൻ മെമ്പേഴ്സ് മസ്റ്റ് നെഗോഷിയേറ്റ് കളക്റ്റീവ്ലി. അതായത് ഇവിടെ സംഭവിക്കുന്ന യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ കൺട്രികളാണ്. ഇവര് ബാക്കിയുള്ള കൺട്രികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് WTO പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരൊരിക്കലും മറ്റ് രാജ്യങ്ങളായിട്ട് ഡിഫറൻഷ്യൽ റേറ്റിലുള്ള എഗ്രിമെന്റ് അനുവദിക്കില്ല. ബിക്കോസ് WTOയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് MFN, മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ്. എല്ലാ രാജ്യങ്ങളും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ്. ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചില രാജ്യങ്ങളെ പ്രിഫർ ചെയ്യുന്നു, ചില രാജ്യങ്ങളെ പ്രിഫർ ചെയ്യാതിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ എക്കണോമിക് ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. WTOയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നെഗോഷിയേഷൻ എല്ലാവർക്കും ഒരേ രീതിയിൽ നടന്നെന്ന് വരില്ല. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. ദെൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. We are moving on. Next term is common market. Common market എന്ന് പറയുമ്പോൾ a common market is the most significant step towards full economic integration. In case of Europe, the single market is officially referred to as internal market. അതായത് ഇപ്പോ യൂറോപ്പിൽ ഇന്റഗ്രേഷൻ നടന്നപ്പോൾ, യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്ന അവരുടെ എല്ലാ കൺട്രികളുടെയും ഒരു സെയിം കോമൺ മാർക്കറ്റ്. ഓക്കെ, അതിനെ അവർ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റേണൽ മാർക്കറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ടാണ്. എല്ലാവർക്കുമായിട്ട് ഒറ്റ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദി കീ ഫീച്ചർ ഓഫ് കോമൺ മാർക്കറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ഫ്രീ ട്രേഡ് ഫ്രം ജസ്റ്റ് intangible goods to include all economic resources. This means that all barriers are eliminated and allow free movement of goods, services, capital and labor. അതായത് നമ്മൾ ജസ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോൺ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മൂവ്മെന്റ് ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഓൺലി. ടാഞ്ചിബിൾ ഗുഡ്സിന്റെ മൂവ്മെന്റ് ആണ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത്. വേറാസ് ഈ ടാഞ്ചിബിൾ ഗുഡ്സിന്റെ ഒപ്പം ഇൻടാഞ്ചിബിൾ ഗുഡ്സ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ലേബർ ഇതെല്ലാം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇക്കോണമിയാണ് നമ്മൾ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ടാഞ്ചിബിൾ ഗുഡ്സ് മാത്രം മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. അവർക്ക് ട്രേഡ് നടത്താം ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസസ്, ഈവൻ സർവീസസ് ഇസ് പോസിബിൾ. സോ ഫ്രീ ട്രേഡ് ഏരിയയിൽ അത്രയും മാത്രമാണ് നടക്കുന്നതെങ്കിൽ ആ ടാഞ്ചിബിൾ ഗുഡ്സിന്റെ ഒപ്പം ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫണ്ട്സ്, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ, ഒരു ഇൻഡിവിജ്വലിന് ഫ്രീ ആയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി പണിയെടുക്കാമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, വിസ അങ്ങനെ പറയുന്ന ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റഗ്രേഷനെയാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ, as well as removing tariff, non-tariff barriers are also reduced and eliminated. ഈ രാജ്യങ്ങൾക്കെതിരെ ഇടയിൽ താരിഫ് ബാരിയർ ഇല്ല എന്ന് മാത്രമല്ല, നോൺ താരിഫ് ബാരിയേഴ്സ് കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആക്ച്വലി കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then for a common market to be successful, there must be a significant level of harmonization of economic policies. സോ ഇത്തരത്തിലുള്ള പോളിസി, ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സക്സസ്ഫുൾ ആകണമെങ്കിൽ മുൻകൂട്ടി മനസ്സിലുണ്ടാവേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് പറയാവുന്നത് ഹാർമണൈസേഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക് പോളിസീസ്.
മൈക്രോ ഇക്കണോമിക് പോളിസീസ് എല്ലാം ഈ രാജ്യങ്ങൾക്ക് എല്ലാം ഒരേ രീതിയിലായിരിക്കണം. ആൻഡ് കോമൺ റൂൾസ് റിഗാർഡിംഗ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൈസേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ISO സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പോലെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ ആയിരിക്കില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരേ രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ ആയിരിക്കണം. മൂന്നാമതായിട്ട് മോണോപോളി പവർ ആൻഡ് അതർ ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്, മോണോപോളി പവർ റെസ്ട്രിക്ട് ചെയ്യാനുള്ള പ്രാക്ടീസസ്, അതല്ലെങ്കിൽ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാനുള്ള പ്രാക്ടീസ്, ഇതെല്ലാം ഓരോ രാജ്യത്തിലും ഓരോ രീതിയിലാകാൻ പാടില്ല, എല്ലാ രാജ്യത്തിലും ഒരേ രീതിയിലായിരിക്കണം. They may also be common policies affecting key industries such as common agricultural policy, common fisheries policy, etc. So ബേസിക്കലി കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇക്കോണമീസ്, അവിടെ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മാക്സിമത്തിലേക്ക് കടക്കുവാണ്. ഇവിടെ ഇന്റഗ്രേഷൻ വരുന്നത് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിൽ വരുന്നുണ്ട്, സർവീസസിൽ വരുന്നുണ്ട്, ക്യാപിറ്റലിൽ വരുന്നുണ്ട്, ലേബറിൽ വരുന്നുണ്ട്. ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. സോ ഇവിടെ എല്ലാത്തിലും ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുന്നു. പ്ലസ് താരിഫ് ബാരിയേഴ്സ് എടുത്തു കളയുന്നു, നോൺ താരിഫ് ബാരിയേഴ്സ് ലിമിറ്റഡ് ആക്കുന്നു. താരിഫ് ബാരിയേഴ്സ് എടുത്തു കളയുന്ന കണ്ടീഷൻ മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. താരിഫ് ബാരിയേഴ്സ് പൂർണ്ണമായിട്ട് എടുത്തു കളയുമ്പോൾ നോൺ താരിഫ് ബാരിയേഴ്സ് ലിമിറ്റഡ് ആക്കി കുറയ്ക്കുന്നു. മൂന്നാമതായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കോമൺ ആയിട്ടുള്ള മൈക്രോ ഇക്കണോമിക് പോളിസീസ് ഉണ്ടായിരിക്കണം. അതായത് ഇവർ യൂസ് ചെയ്യുന്ന മൈക്രോ ഇക്കണോമിക് പോളിസീസ് എല്ലാം സിമിലർ ആയിരിക്കണം, എല്ലാ രാജ്യങ്ങളിലും ഒരേ രീതിയിൽ. അതേപോലെ കോമൺ റൂൾസ് റിഗാർഡിംഗ് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ, ബിക്കോസ് ഈ പ്രൊഡക്റ്റ് തന്നെ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തണം. സോ സെയിം പ്രൊഡക്റ്റിന് എല്ലാ രാജ്യങ്ങളിലും മൂവ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മൈക്രോ ഇക്കണോമി ഒരേ രീതിയിൽ വർക്ക് ചെയ്യണം. ദെൻ അത് കൂടാതെ സെയിം സ്റ്റാൻഡർഡൈസേഷൻ, ഒരേ സ്റ്റാൻഡർഡൈസേഷൻ എല്ലായിടത്തും ഉണ്ടാവണം. ദെൻ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും മോണോപോളി ആകാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ദെൻ മോണോപോളി റെസ്ട്രിക്റ്റീവ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറയുന്ന റൂൾസും എല്ലാ കൺട്രികളിലും ഒരുപോലെ ആയിരിക്കണം. ഒരു കൺട്രിയിൽ ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ ആ കൺട്രിയിലേക്ക് പോകാൻ ഈ പറയുന്ന ബിസിനസ്സുകൾ പോവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് നടക്കില്ല. സോ എല്ലാ കൺട്രിയിലും മോണോപോളി ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസും അതേപോലെ ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസും ഒരേ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കാണുമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു കോമൺ മാർക്കറ്റ് ആണ്. ദെൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് സെയിം അഗ്രികൾച്ചർ പോളിസി ഫോളോ ചെയ്യുന്നവരുണ്ട്, അതേപോലെ സെയിം ഫിഷറീസ് പോളിസി ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയണം. കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരാം. ഓക്കെ, സോ 4 ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. 4 ലെവൽസ്, 4 ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഏറ്റവും ബേസിക് ലെവൽ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, അവിടെ താരിഫ് ബാരിയേഴ്സിൽ റിഡക്ഷൻ അനുവദിച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. താരിഫ് ബാരിയേഴ്സ് എടുത്തു കളയല്ല, റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് ബാരിയേഴ്സ് എടുത്തു കളയുവാണ്. അവർ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ താരിഫ് ബാരിയേഴ്സ് ഉണ്ടാവില്ല. അവരും പുറം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ there will be similar policies. ഇനി കസ്റ്റംസ് യൂണിയനിലേക്ക് പോയി കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ സിമിലർ പോളിസീസ് എന്ന് മാത്രമല്ല, പുറം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സിംഗിൾ പേയ്മെന്റ് ഗേറ്റ് വേ അനുവദിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു ടാക്സ് പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗുഡ്സ് മൂവ് ചെയ്യിക്കാം. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ദെൻ താരിഫ് ബാരിയേഴ്സ് മിനിമൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നോൺ താരിഫ് ബാരിയേഴ്സും റെഡ്യൂസ് ചെയ്യുന്നു. ഫൈനലി ഒരു കോമൺ അഗ്രികൾച്ചർ പോളിസി നമുക്ക് കാണാൻ സാധിക്കും, ഒരു കോമൺ ഫിഷറീസ് പോളിസി കാണാൻ പറ്റും. ഇങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ഒരു കോമൺ മാർക്കറ്റിലുണ്ട്. സോ എനി ഡൗട്ട്സ്? ഈ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ തമ്മിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. നോ ഡൗട്ട്സ് റൈറ്റ്? ഓക്കെ, ഡൗട്ട്സ് പറയണേ. മൂവിങ് ഓൺ. Economic union next level ആണ്. Economic union is the term applied to a trade block. Trading block എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നെക്സ്റ്റ് ലെവൽ, അതായത് ഏത് ലെവലാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് എ കോമൺ മാർക്കറ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ആൻഡ് എ കോമൺ ട്രേഡ് പോളിസി ടുവേർഡ്സ് നോൺ മെമ്പേഴ്സ്.
മെമ്പേഴ്സിന്റെ ഇടയിൽ കോമൺ മാർക്കറ്റ് ആണ്. ആൻഡ് നോൺ മെമ്പേഴ്സുമായിട്ടുള്ള ട്രേഡ് പോളിസി എന്ന് പറയുന്നതും കോമൺ ആയിരിക്കും. ഓക്കെ, സോ രണ്ട് ടേംസ് ആണ് ഇവിടെ ഓർക്കേണ്ടത്. ഫസ്റ്റ്, there will be a common market. കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇന്റഗ്രേഷൻ ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ഇന്റഗ്രേഷൻ കോമൺ മാർക്കറ്റ് ഉണ്ടായിരിക്കും. കോമൺ മാർക്കറ്റ് കൂടാതെ അതിന്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് ചിന്തിക്കുക, അതോടൊപ്പം തന്നെ ഒരു കോമൺ ട്രേഡ് പോളിസി ടുവേർഡ്സ് നോൺ മെമ്പേഴ്സ്. മറ്റ് മെമ്പേഴ്സ്, ഐ മീൻ ഈ പറയുന്ന ഗ്രൂപ്പിംഗിൽ മെമ്പർ അല്ലാത്ത രാജ്യങ്ങളുമായിട്ട് കോമൺ ട്രേഡ് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓൾദോ മെമ്പേഴ്സ് ആർ ഫ്രീ ടു പെർസ്യൂ ഇൻഡിപെൻഡന്റ് മാക്രോ എക്കണോമിക് പോളിസീസ്. മൈക്രോ ഇക്കണോമിക് പോളിസീസ് ഒരേപോലെ ആയിരിക്കണം എന്നായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. മാക്രോ ഇക്കണോമിക്സിലേക്ക് കടക്കുന്നില്ല. മാക്രോ ഇക്കണോമിക്സിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി വരുന്നത്. സോ മൈക്രോ ഇക്കണോമിക് പോളിസി സിമിലർ ആണ്. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ മാക്രോ ഇക്കണോമിക് പോളിസിയിൽ ദർ വിൽ ബി ഡിഫറൻസസ്. ഓരോ രാജ്യത്തിനും അവരവരുടേതായ മാക്രോ ഇക്കണോമിക് പോളിസീസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ഓർക്കേണ്ടത് മാക്രോ ഇക്കണോമിക് പോളിസി ഡിഫറെന്റ് ആണെങ്കിലും ഇവർ മറ്റ് രാജ്യങ്ങളായിട്ട് ഡീൽ ചെയ്യുന്നത് സിമിലർ വേയിലായിരിക്കും. സോ ഇപ്പോ ഇക്കണോമിക് യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയൻ എങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇക്കണോമിക് യൂണിയൻ ആയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു കസ്റ്റംസ് യൂണിയൻ ആയിരിക്കും. ദെൻ പുറം രാജ്യങ്ങളുമായിട്ട്, ഈ മെമ്പർ അല്ലാത്ത മറ്റു രാജ്യങ്ങളുമായിട്ട്, യൂണിയനിൽ മെമ്പർ അല്ലാത്ത മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് സിമിലർ താരിഫ് ലൈൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഒരേ രീതിയിലുള്ള ട്രേഡ് പോളിസീസ് ആയിരിക്കും മറ്റു രാജ്യങ്ങളുമായിട്ട് ഉള്ള ട്രേഡിൽ ഇവർ ഫോളോ ചെയ്യുന്നത്. സോ ഈ രണ്ട് പോയിന്റ് ആണ് ഓർക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഒരു കോമൺ, there will be a common market. Okay, first there will be a common market. Okay, common market first thing. Then second thing is that there will be a common trade policy with external members, external countries. So ഈ രണ്ട് പോയിന്റുമാണ് ഇക്കണോമിക് യൂണിയനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ. Then യൂറോപ്യൻ യൂണിയൻ ഈസ് ദി ബെസ്റ്റ് നോൺ എക്കണോമിക് ഇന്റഗ്രേഷൻ. ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നവംബർ 1993 ദെൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത് മാസ്ട്രിച്ച് എഗ്രിമെന്റ് ആണ്. ദാറ്റ് ഈസ് മാസ്ട്രിച്ച് ട്രീറ്റി എന്ന് പറയും. ദെൻ ട്രീറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തതിന്റെ ബേസിക് തിങ് അത് നമുക്ക് റെലവെന്റ് അല്ല. നമ്മളെ സംബന്ധിച്ച് ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് യൂറോപ്യൻ യൂണിയൻ ആണ്. Next level is monetary union. Monetary union is the first major step towards macroeconomic integration. ആ ടേം തന്നെയുണ്ട്, monetary, something like a monetary policy. So that is relating to macroeconomy. So macroeconomic integration അകത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് പറയാം monetary union. Here it enables economies to converge even more closely. Monetary union involves scrapping individual currencies and adopting a single shared currency such as euro. So that is the concept. ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായ കറൻസി, അവരവരുടേതായ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കിയിട്ട് കോമൺ മോണിറ്ററി സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക. കോമൺ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ കോമൺ കറൻസി അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഏറ്റവും ബേസിക് തിങ് എന്ന് പറയുന്നത് കോമൺ കറൻസി അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഈസ് യൂറോ. യൂറോ എന്ന് പറയുന്ന കറൻസി 17 കൺട്രികൾ, യൂറോപ്യൻ യൂണിയനിലുള്ള 17 കൺട്രികൾ അവരുടെ കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഈസ്റ്റ് കരീബിയൻ ഡോളർ എന്ന് പറയുന്നത് കരീബിയൻ ഐലൻഡ്സിലെ 11 ഐലൻഡ് കൺട്രീസ് അവരുടെ കറൻസി ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഇത്തരത്തിലുള്ള മോണിറ്ററി ഇന്റഗ്രേഷന്, മോണിറ്ററി യൂണിയന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സെയിം കറൻസി വെച്ചിട്ടുള്ള ട്രേഡ് ആയിരിക്കും ഇവർ നടത്തുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കറൻസി വരുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, so this means that there is a common exchange rate, common monetary policy including interest rate and regulation of the quantity of money and a single central bank such as European Central Bank or East Caribbean Bank. So
കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ കൺസെപ്റ്റ് വെച്ചിട്ട് മോണിറ്ററി യൂണിയൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സിമിലർ മോണിറ്ററി പോളിസി ബൈ യൂസിങ് സെയിം കറൻസി ആൻഡ് സിംഗിൾ സെൻട്രൽ ബാങ്ക്. ഇത്രയും ഓർക്കുക. സിമിലർ മോണിറ്ററി പോളിസി ബൈ യൂസിങ് സെയിം കറൻസി ആൻഡ് controlled by a single central bank. That is the concept of monetary union. രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നിലവിൽ കാണാൻ പറ്റും. ഒന്നാമത്തത് യൂറോ കറൻസി റെജീം ആണ്. രണ്ടാമത്തത് കരീബിയൻ കൺട്രികൾ തമ്മിലുള്ള എഗ്രിമെന്റ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ that is called fiscal union. Fiscal union means a fiscal union is an agreement to harmonize taxes. എല്ലാ രാജ്യങ്ങളിലും ഒരേ ടാക്സ് സിസ്റ്റം, ഒരേ ടാക്സ് റേറ്റ്, ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷ് കോമൺ ലെവൽസ് ഓഫ് പബ്ലിക് സെക്ടർ സ്പെൻഡിങ് ആൻഡ് ബോറോയിങ് ആൻഡ് ജോയിൻലി അഗ്രി നാഷണൽ ബഡ്ജറ്റ് ഡെഫിഷ്യൻസീസ് ഓർ സർപ്ലസസ്. സോ ഇവര് കോമൺ ആയിട്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കോമൺ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആൻഡ് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് ആയിരിക്കും. ഫിസ്ക്കൽ പോളിസി എന്താ? What do you mean by fiscal policy? The policy framed by central government, okay, with regard to രണ്ട് ആസ്പെക്റ്റുകളാണ് വരുന്നത്. ഒന്നാമത്തെ ആസ്പെക്ട് ബഡ്ജറ്റ്, രണ്ടാമത്തെ ആസ്പെക്ട് ബോറോയിങ്, ദെൻ മൂന്നാമത്തെ ആസ്പെക്ട് ആയിട്ട് പറയാവുന്നത് ടാക്സ്. മൂന്ന് കാര്യങ്ങൾ, ബേസിക് തിങ്സ് എന്ന് പറയുന്നത് ഇതാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടത്, ടാക്സുമായി ബന്ധപ്പെട്ടത്, ദെൻ ബോറോയിങ്, ഗവൺമെന്റ് ബോറോയിങ്ങും സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ടത്. ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഫിസ്ക്കൽ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും പല രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേഷനെയാണ് ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. സോ മൂന്ന് ആസ്പെക്ട് മനസ്സിലാക്കുക. ടാക്സ് റേറ്റ് സെയിം ആയിരിക്കും. രണ്ടാമതായിട്ട് പബ്ലിക് സെക്ടർ സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്, ഗവൺമെന്റ് സ്പെൻഡിങ് ബോറോയിങ് എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കും. ഒരേ ലെവലിലുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോറോയിങ് ഈ രാജ്യങ്ങൾക്കിടയിൽ നടക്കും. മൂന്നാമതായിട്ട് ബഡ്ജറ്റ് അവലോകനം, അതായത് ബഡ്ജറ്റ് ക്രിയേഷനും അതേ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയാലും ബഡ്ജറ്റ് സർപ്ലസ് ആയാലും ഇവരെല്ലാവരും ഒരേ രീതിയിലാണ് എഗ്രി ചെയ്യുന്നത്, ഒരേ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തെയാണ് ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. ദി മെജോറിറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് എഗ്രീഡ് എ ഫിസ്ക്കൽ കോമ്പാക്ട് in early 2012 which is a less binding vision of the full fiscal union. ഇവര് ഫിസ്ക്കൽ കോമ്പാക്ട് എന്ന് പറയുന്ന രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും ഫിസ്ക്കൽ പോളിസി ഒരു സിമിലർ ലൈൻസിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഒരു ബേസിക് ഫ്രെയിംവർക്ക് യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ മിക്ക രാജ്യങ്ങളും ചേർന്നിട്ട് എടുത്തിട്ടുണ്ട് 2012 തന്നെ. പക്ഷേ ഇത് ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ബിക്കോസ് ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ ടാക്സ് റേറ്റ് സിമിലർ ആയിരിക്കണം. ദാറ്റ് ഈസ് ഓൾറെഡി സിമിലർ. അവരുടെ എല്ലാ രാജ്യങ്ങളും ടാക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടാക്സ് റേറ്റും സിമിലർ ആയിട്ട് വരണം. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. രണ്ടാമതായിട്ട് സ്പെൻഡിങ്, ഓരോ രാജ്യവും സ്പെൻഡ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട്. മൂന്നാമതായിട്ട് ഇവരുടെ ബഡ്ജറ്റും ബഡ്ജറ്റ് ഡെഫിസിറ്റും ബഡ്ജറ്റ് സർപ്ലസ് ആണെങ്കിൽ അതിന്റെ അലൊക്കേഷനും എല്ലാം ഒരേ രീതിയിലായിരിക്കണം. ഇത്തരത്തിലൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. നിലവിൽ അത്തരത്തിലൊരു ഇന്റഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ മാത്രമാണ്. സോ 2012 ഒരു ഫിസ്ക്കൽ കോമ്പാക്ട് എന്നുള്ള പേരിൽ ദേ ട്രൈ ടു ഫ്രെയിം സംതിങ്. ഇവൻ ദോ ഫുൾ വെർഷനിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ്, ബിഫോർ ദാറ്റ് ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആണോ? ഫിസ്ക്കൽ യൂണിയനും മോണിറ്ററി യൂണിയനും, എക്കണോമിക് യൂണിയൻ, ഫിസ്ക്കൽ യൂണിയൻ, മോണിറ്ററി യൂണിയൻ ക്ലിയർ ആണോ? യാ, എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഒന്നുമില്ല. സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് ഇക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റുകളെയും യോജിപ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ഇന്റഗ്രേഷൻ ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും അപ്പെക്സ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. സോ ഇറ്റ് ഇസ് എ കീ സ്റ്റേജ് ടുവേർഡ്സ് കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാജ്യങ്ങൾ രണ്ടും ഒന്നായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇൻവോൾവ്സ് എ സിംഗിൾ ഇക്കണോമിക് മാർക്കറ്റ്, കോമൺ ട്രേഡ് പോളിസി, എ സിംഗിൾ കറൻസി ആൻഡ് കോമൺ മോണിറ്ററി പോളിസി. ഓക്കെ, സോ സിംഗിൾ മാർക്കറ്റ് ആയിരിക്കും, കോമൺ ട്രേഡ് പോളിസി ആയിരിക്കും, സിംഗിൾ കറൻസി ആയിരിക്കും, സിംഗിൾ മോണിറ്ററി പോളിസി ആയിരിക്കും. ഫിസ്ക്കൽ പോളിസിയിലേക്ക് വന്നിട്ടില്ല. ഇക്കണോമിക് ആൻഡ് മോണിറ്ററി
യൂണിയൻ ആണ്. സോ ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റുകളും വരുന്നു. Then there will be a common monetary policy. Next level is complete economic integration. എന്തായിരിക്കും ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പാടില്ലേ? നേരത്തെ പറഞ്ഞ ലെവലിൽ നിന്നും ഒരു ഐറ്റം ആയിരുന്നു മിസ്സിംഗ്. ആ ഐറ്റം എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി ആണ്. അതും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഇൻവോൾവ് സിംഗിൾ ഇക്കണോമിക് മാർക്കറ്റ്, ഒറ്റ മാർക്കറ്റ് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി. ദെൻ എ കോമൺ ട്രേഡ് പോളിസി, ഫോളോ ചെയ്യുന്നത് ഒരേ ട്രേഡ് പോളിസി. എ സിംഗിൾ കറൻസി, എ കോമൺ മോണിറ്ററി പോളിസി ടുഗദർ വിത്ത് എ സിംഗിൾ ഫിസിക്കൽ പോളിസി ഇൻക്ലൂഡിംഗ് കോമൺ ടാക്സ് ആൻഡ് ടാക്സ് റേറ്റ്. സോ ദാറ്റ് മീൻസ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി സെറ്റപ്പ് സിമിലർ ആണ്. അത് കൂടാതെ കോമൺ മാർക്കറ്റ് നമ്മൾ കാണുന്നുണ്ട്, കോമൺ ഹാർമണൈസ്ഡ് ട്രേഡ് പോളിസി കാണുന്നുണ്ട്. സോ ദാറ്റ് ബോത്ത് സ്റ്റേറ്റ്സ്, അവർ രണ്ട് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ ആ സ്റ്റേറ്റുകൾ എല്ലാം എടുക്കുകയാണെങ്കിൽ സിമിലർ ലൈൻസിൽ പോകുന്നു. കംപ്ലീറ്റ്ലി ഒരേ രീതിയിലുള്ള സ്റ്റേറ്റുകൾ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, കംപ്ലീറ്റ് ഹാർമണൈസേഷൻ ഓഫ് ഓൾ പോളിസീസ്, റേറ്റ്സ് ആൻഡ് ഇക്കണോമിക് ട്രേഡ് റൂൾസ്. പോളിസീസ് ആയാലും റേറ്റുകളായാലും ട്രേഡ് റൂൾസ് ആയാലും ഇതെല്ലാം ഒരേ രീതിയിൽ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. ആദ്യത്തെ ടോപ്പിക്കിൽ ഓരോ ലെവലും പറഞ്ഞു. ആൻഡ് പൊളിറ്റിക്കൽ ഇന്റഗ്രേഷനെ പറ്റി ഞാൻ പറയുന്നില്ല. പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ മുമ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. എക്സാമ്പിൾസ് ഇന്ന് കാണാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് UK, യുണൈറ്റഡ് കിങ്ഡം വാസ് എൻ എക്സാമ്പിൾ. യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് there was another country, right? I think it's not. സോ ഈ മൂന്ന് രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു യുണൈറ്റഡ് കിങ്ഡം. അതൊരു പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈവൻ ദോ പൊളിറ്റിക്കലി നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ മുമ്പായിരുന്നു. പണ്ടത്തെ നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒക്കെ സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ അതൊരുമാതിരി പൊളിറ്റിക്കൽ ഇന്റഗ്രേഷന്, പൊളിറ്റിക്കൽ യൂണിയൻ എക്സാമ്പിൾ ആണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കൽ യൂണിയൻ നമുക്ക് രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ യൂണിയൻ വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഒറ്റ ഹെഡ് ആയിരിക്കും, ഒറ്റ ഗവൺമെന്റ് ആയിരിക്കും രണ്ട് രാജ്യങ്ങളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ റെയർലി നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇന്റഗ്രേഷൻ. ഓരോ ഫോമും നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം, പെട്ടെന്നായിക്കോട്ടെ. എനി ഡൗട്ട്സ്? Clear? All clear. Okay. So doubts ഒന്നും പറയാത്ത സ്ഥിതിയിൽ നിങ്ങൾ പറയില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണോ? എനിവേ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ഈസ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാരിയേഴ്സ് മിനിമൈസ് ചെയ്യുന്നത് വഴി ഇന്റഗ്രേഷനിലേക്ക് പോകാം എന്നാണ്. സോ എന്താണ് താരിഫ് ബാരിയർ, എന്താണ് നോൺ താരിഫ് ബാരിയർ, ബാരിയേഴ്സ് എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോവാണ്. ലെറ്റ്സ് ചെക്ക് താരിഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. താരിഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് തരത്തിലുള്ള ടാക്സ് ആണ്. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യം ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് ആക്ച്വലി താരിഫ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് ഇമ്പോർട്ടിൽ മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചില കേസുകളിൽ എക്സ്പോർട്ടിലും താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. താരിഫ്സ് ആർ യൂസ്ഡ് ടു റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട്സ് by increasing the price of goods and services purchased from overseas and making them less attractive to the customers to protect domestic firms. The basic purpose ഇതാണ്. താരിഫ് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ എന്താണോ അത് തന്നെയാണ്. ഫോറിനിൽ നിന്ന് വരുന്ന ഗുഡ്സുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഗുഡ്സിനെ ഇമ്പോർട്ട് പ്രോത്സാഹിപ്പിക്കാതെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് താരിഫ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടിനകത്തുള്ള താരിഫ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അത്രയും കൂടുകയാണ്. അത്രയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത് അക്സസിബിൾ അല്ലാതെ വരും. ഇൻ ദാറ്റ് കേസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് താരിഫ് ബാരിയേഴ്സ് അല്ലെങ്കിൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. Then tariffs are laid on exports to generate
റവന്യൂ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടിൽ മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എക്സ്പോർട്ടിലും താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റവന്യൂ കിട്ടാൻ വേണ്ടി. Then next, let's check each താരിഫ് ബാരിയർ. രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും. ആദ്യം നമ്മൾ താരിഫ് ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. സോ താരിഫ് ഈസ് എ ടാക്സ് ഓർ ഡ്യൂട്ടി ഓൺ. ലാസ്റ്റ് ഡേ someone asked me what is the difference between tax and duty എന്ന്. ആക്ച്വലി ഡ്യൂട്ടി എന്ന് പറയുന്ന ടേം നോർമലി ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈവൻ ദോ പല രാജ്യങ്ങളും അത് പാരലലി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് നിലവിൽ പറയാൻ പറ്റില്ല. ആക്ച്വലി ഡിഫറൻസ് വന്നിരുന്നത് ഡ്യൂട്ടി ഒരു ഇൻഡയറക്റ്റ് ആസ്പെക്റ്റിലാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഈവൻ ദോ നൗ പല ടാക്സുകളും ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഇതിന്റെ രണ്ടിന്റെയും പെർവ്യൂവിൽ വരുന്നുണ്ട്. സോ ഒരു ജനറൽ ഡിഫറൻസിയേഷൻ പോസിബിൾ അല്ല. നെക്സ്റ്റ്, മൂവിങ് ഓൺ. താരിഫ് ഈസ് എ ടാക്സ് ഓർ എ ഡ്യൂട്ടി on the products that move across the borders. സോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് ബേസിക്കലി ഒരു താരിഫ് ബാരിയർ എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്, ഏറ്റവും ബേസിക് തിങ്. ബിക്കോസ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു, ആ ഒരു ആസ്പെക്റ്റിൽ വരുന്ന ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. സോ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഓൾഡസ്റ്റ് ഫോം ഓഫ് ടാക്സേഷൻ ആണ്. ഓൾഡസ്റ്റ് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പണ്ട് കാലം തൊട്ട് തന്നെ രാജാക്കന്മാർ തമ്മിൽ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി, ട്രേഡേഴ്സ് ഒക്കെ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രാജാവിന്റെ മുമ്പിൽ ഒരു കാണിക്ക വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു കാണിക്ക, അതൊരു കസ്റ്റം എന്നുള്ള രീതിയിലാണ് ഇത് വച്ചിരുന്നത്. ആ ഒരു ടേം ആണ് പിന്നീട് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് മാറിയത്. സോ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ടാക്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ലെറ്റ്സ് ചെക്ക് ഏതൊക്കെയാണ് താരിഫ് ബാരിയേഴ്സ് നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് സ്പെസിഫിക് ഡ്യൂട്ടി. Specific duty is based on physical characteristics of goods. When a fixed sum of money, keeping in view the weight and measures of a commodity, the value of product is not considered. This kind of tax system is applicable in case of barrel oil. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഓയിലിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ലിറ്റർ ഉണ്ട് ആ ലിറ്ററിനനുസരിച്ചായിരിക്കും ഇതിന്റെ ടാക്സ് വരുന്നത്, അല്ലാതെ ആ ഓയിലിന്റെ വെറൈറ്റി അനുസരിച്ചല്ല. ഓക്കെ, സോ ഓരോ പാക്കിങ്ങോ അതിന്റെ മെത്തേഡോ അങ്ങനെ ഒരു കാര്യവും ഇവിടെ നോക്കുന്നില്ല. എത്രയാണ് ആ പ്രൊഡക്റ്റിന് ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വെയിറ്റ് വരുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടിയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ഓർക്കേണ്ടത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഫിക്സ്ഡ് മണി ആയിരിക്കും ഈ പറയുന്ന ഗുഡ്സിന്മേൽ ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ താരിഫായിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. അതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തത് അഡ് വലോറം ഡ്യൂട്ടി. അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു വാല്യൂ, ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂവിന്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, വാല്യൂവിനെ അനുസരിച്ചുകൊണ്ട് ഡ്യൂട്ടി വരുന്നു. These duties are imposed according to the value of the product. When a fixed percentage of value of a commodity is added as a tariff is known as ad valorem duty. ഒരു പ്രൊഡക്റ്റിനകത്ത് ഫിക്സ്ഡ് പെർസെൻറ്റേജ്, അതായത് ഈ പ്രൊഡക്റ്റിന്റെ 10% ആണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ 100 റുപ്പീസ് ആണെങ്കിൽ അതിന്റെ 10%, സോ ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഇഗ്നോർസ് ദി വെയിറ്റ്, വോളിയം, സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബാരലൊക്കെ ആണെങ്കിൽ ഒരു വെയിറ്റ് അനുസരിച്ച്, അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സൈസ് അനുസരിച്ചാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അതിനെയായിരുന്നു സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. വേറെ ഇതിന്റെ സൈസ് അല്ല, ഇതിന്റെ മണി, ഈ പറയുന്ന പ്രൊഡക്റ്റിൽ എത്രമാത്രം വാല്യൂ വന്നിട്ടുണ്ട് ആ വാല്യൂവിന് ടാക്സ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. A combination of both specific rate of duty and ad valorem duty. So രണ്ടും കൂടി ഒരുമിച്ച് വരുന്നു. സ്പെസിഫിക് റേറ്റും വരുന്നുണ്ട്, അതേപോലെ അഡ് വലോറം ഡ്യൂട്ടിയും വരുന്നുണ്ട്. Whereas specific duties are imposed based on the factors such as weight or quantity. Ad valorem duties are based on the value of goods. This is also called mixed duty rate. ഇവിടെ ക്വാണ്ടിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വാണ്ടിറ്റി, ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ സൈസ്,
ഈ പറയുന്ന ഫാക്ടേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ അതിന്റെ വാല്യൂവിലും നമുക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തേ പറ്റൂ. ഈ രണ്ട് സിറ്റുവേഷനിലും ടാക്സ് വരുവാണെങ്കിൽ അതിനെയാണ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ 3 ടൈപ്പിലുള്ള ഡ്യൂട്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സ്പെസിഫിക് ഡ്യൂട്ടി ആയിരുന്നു. സ്പെസിഫിക് മീൻസ് based on the physical aspects of the product. Physical aspects means weight അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന് എത്രമാത്രം വെയിറ്റ് ഉണ്ട്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന്റെ വലുപ്പം എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. വേറെ അഡ്വലറന്റ് ഡ്യൂട്ടി ബേസ്ഡ് ഓൺ വാല്യൂ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഈ രണ്ട് ആസ്പെക്റ്റും കൂട്ടിയിട്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Next is sledging scale duty. Sledging scale fees are variable prices for products, services, or tax based on customers' ability to pay. Such fees are thereby reduced for those who have lower income. This type of pricing has the effect of spreading out the consumption of goods and services. Although it may reduce the consumption of wealthy, it is prominent in the medical industry. So ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ലെഡ്ജിങ് സ്കെയിൽ ഡ്യൂട്ടി. നെക്സ്റ്റ് ടൈപ്പ് ആണ് സ്ലെഡ്ജിങ് സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്കെയിൽ സ്ലെഡ്ജിങ് ആണ്. ഏറ്റവും കൂടുതൽ വലിയ കോർപ്പറേറ്റ്സ് ഒക്കെയാണ് ഇത്തരം പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അഡീഷണൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. വേറെ സാധാരണക്കാരാണ് ഇത്തരം പ്രൊഡക്ട്സ് മേടിക്കുന്നതെങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് സ്ലെഡ്ജിങ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കസ്റ്റമർ. ആരാണോ പർച്ചേസ് ചെയ്യുന്നത്, ആരാണ് ഈ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അവർക്കനുസരിച്ചായിരിക്കും ഡ്യൂട്ടി. കസ്റ്റമർ എന്ന് പറയുന്നത് ഏബിൾ ആണ്, അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് കമ്പനി അതേപോലെ കോർപ്പറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റേറ്റ്സ് കൂടുതലായിരിക്കും. നോർമൽ ഇൻഡിവിജ്വൽസ് ആണ്, അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് മെഡിക്കൽ പർപ്പസ്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ അവരുടെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് റേറ്റ്സ് വരുന്നതിനെയാണ് സ്ലെഡ്ജിങ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, 4 ടൈപ്പ്. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? Any doubts? Clear. അഞ്ചാമത്തെ ടൈപ്പ് countervailing duty. It is imposed on certain products where products are subsidized by exporting country. അതായത് ചില എക്സ്പോർട്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ചില പ്രൊഡക്റ്റിന്റെ എക്സ്പോർട്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രാജ്യങ്ങൾ സബ്സിഡി കൊടുക്കും. ഓക്കെ, എക്സ്പോർട്ടിന് സബ്സിഡി കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും രൂപ ഗവൺമെന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരും, ഇത്രയും രൂപയുടെ സപ്പോർട്ട് ഗവൺമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യും. അതിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. സോ സബ്സിഡി കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സബ്സിഡി മേടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ്, സോ ദാറ്റ് ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സബ്സിഡി നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടിംഗ് കൺട്രി ഏർപ്പെടുന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഐ മേ റിപ്പീറ്റ്, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ടർക്ക് കുറച്ച് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് വരുന്ന ഡ്യൂട്ടിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻ, ഐ മീൻ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്നു. ഈ സബ്സിഡി വഴിയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ സബ്സിഡി കിട്ടിയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇമ്പോർട്ടിംഗ് കൺട്രി അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. ആ ഡ്യൂട്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് സബ്സിഡി imports becomes more cheaper than domestic goods and nullify the effect of subsidy. The duty is imposed in addition to the normal duties. So ഇങ്ങനെ ഇത്തരത്തിൽ സബ്സിഡി കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടിംഗ് കൺട്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് എക്സ്പോർട്ടിംഗ് കൺട്രി അഡീഷണൽ സബ്സിഡി കൊടുക്കുകയാണ്, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോ, നിങ്ങൾക്ക് അവിടെ വരുന്ന ടാക്സ് റേറ്റിന്റെ ഒരു 10% ഞങ്ങൾ പേ ചെയ്തോളാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സബ്സിഡി ആയിട്ട് തരാം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയാണ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അത്തരത്തിൽ സബ്സിഡി കൊടുത്തിട്ട് പ്രൊഡക്റ്റ് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ ഒറിജിനൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ് അവർക്ക് ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം. പ്രൈസ് വിൽ ബി ലോവർ ദാൻ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇൻ കേസ് ഈ പ്രൊഡക്റ്റിന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ചൈനീസ് പ്രൊഡക്റ്റ് ആണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണാണ്.
അത് തന്നെ എടുക്കാം. ചൈനീസ് മൊബൈൽ ഫോണാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇൻ ദാറ്റ് കേസ് ഈ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ആണ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഇവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 10,000 ആണ്. ഓക്കെ, 10,000 റുപ്പീസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇന്ത്യയിൽ വരുമ്പോഴത്തേനും ഇന്ത്യ 10% ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, 10% ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടാണ് ഇവിടെ അത് സ്വീകരിക്കുന്നത്. സോ അതിന്റെ പ്രൈസ് എത്രയായി? 10,000 11,000 എന്നായി. റൈറ്റ്, ഇതുവരെ ക്ലിയർ അല്ലേ? 10,000 ആയിരുന്നു പ്രൊഡക്റ്റിന്റെ വാല്യൂ. ആ 10,000ന്റെ പ്രൊഡക്റ്റ് 10% ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നത്. സോ ഇറ്റ് ബിക്കെയിം 11,000. അഡീഷണൽ ബർഡൻ ആണല്ലോ ചൈനീസ് മാനുഫാക്ചറേഴ്സ് വരുന്നത്. ഒരു 1,000 റുപ്പീസിന്റെ അഡീഷണൽ ബർഡൻ വരുന്നുണ്ട്. ഈ അഡീഷണൽ ബർഡൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അവർക്ക് ഈ പറയുന്ന അഡീഷണൽ ബർഡൻ വരുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചൈനീസ് ഗവൺമെന്റ് അവർക്ക് ഒരു 10% സബ്സിഡി കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? 10% സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച അവരുടെ ഒറിജിനൽ വാല്യൂ തന്നെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട അഡീഷണൽ എക്സ്പെൻസ് വരാതെ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇന്ത്യ ടാക്സ് ഇമ്പോസ് ചെയ്തത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനു വേണ്ടിയായിരുന്നു ഒറിജിനലി ഇന്ത്യ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്? ഇന്ത്യ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഇക്കോണമിയിലുള്ള പ്രൊഡക്റ്റിന് വാല്യൂ കിട്ടാൻ, അതിലും കുറഞ്ഞ ചെലവിൽ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് 10% ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഇൻ എഫക്ട് അവർക്ക് 11,000 രൂപയുടെ എക്സ്പെൻസ് വന്നാലും ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് 10,000 രൂപയ്ക്ക് അത് വിൽക്കാം. പറ്റൂടെ? ബിക്കോസ് 1,000 റുപ്പീസ് ഓൾറെഡി ഗവൺമെന്റ് ആയിട്ട് അവരുടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവരുടെ മാക്സിമം എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറയുന്നത് 10,000 രൂപയേ ഉള്ളൂ. സോ സെയിം തിങ്, അവരുടെ മാർക്കറ്റിൽ വിൽക്കുന്ന അതേ പ്രൈസിന് ഇന്ത്യയിൽ വന്ന് വിൽക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. സോ ദാറ്റ് അവർക്ക് ഇന്ത്യയിൽ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഇന്ത്യയിലെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,500 ആണെന്ന് വിചാരിക്കുക. ഇതേ എക്സാമ്പിൾ ഇന്ത്യയിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിന് കിട്ടുന്ന, ഐ മീൻ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് 10,500 ആണ്. ചൈനയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വന്നത് 10,000 റുപ്പീസിനാണ്. അതുകൊണ്ടാണ് ഇന്ത്യ 10% ഡ്യൂട്ടി ഇമ്പോസ് ചെയ്ത് 11,000 ആക്കിയത്. സോ ദാറ്റ് 11,000 രൂപ അവർക്ക് വരുമെന്ന് വിചാരിച്ചെടുത്ത് ഇവർക്ക് സബ്സിഡി ആയിട്ട് 1,000 റുപ്പീസ് ചൈനീസ് ഗവൺമെന്റ് കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? അവരുടെ റേറ്റ്സ് താഴാൻ പാടില്ലേ? അവരുടെ റേറ്റ്സ് താഴുന്നു. ഇവൻച്വലി ഇന്ത്യൻ പ്രൊഡക്ട്സിനേക്കാൾ ചീപ്പർ റേറ്റ്സിൽ ഫോറിൻ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ വരാൻ തുടങ്ങും. ഇതാണ് ഈ ഒരു ഇഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇനി സംഭവിക്കാൻ പോകുന്ന ഇന്ത്യയിലേക്ക് വീണ്ടും ആ പ്രൊഡക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? സബ്സിഡൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് സബ്സിഡൈസ്ഡ് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് നമ്മൾ അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ, ബൈ ദാറ്റ് ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഈ പുറത്തുനിന്നുള്ള പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യയിൽ വന്ന് മാർക്കറ്റ് കീഴടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. Next is revenue tariff. A revenue which is designed to provide revenue to the home government is called revenue tariff. Generally, a tariff is imposed with a view of earning revenue by imposing duty on consumer goods, particularly on luxury goods whose demand for the rich is inelastic. Actually, സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം കൺട്രിക്ക്, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന കൺട്രിക്ക് അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി, അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ എയിൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുന്ന ടാക്സ് ആണ് റവന്യൂ താരിഫ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അഡീഷണൽ റവന്യൂ എന്നുള്ള രീതിയിൽ ഇത്രയും പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുമല്ലേ, നമുക്കൊരു അഡീഷണൽ റവന്യൂ കിട്ടാൻ വേണ്ടി ഒരു അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റവന്യൂ താരിഫ്. ഇൻ ദാറ്റ് കേസ് റവന്യൂ താരിഫ് ജനറലി ഇമ്പോസ് ചെയ്യുന്നത് with a view to earning revenue by imposing duty on consumer goods. പുറത്തുനിന്ന് വരുന്ന കൺസ്യൂമർ ഗുഡ്സ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത കൺസ്യൂമർ ഗുഡ്സിൽ അഡീഷണൽ റവന്യൂ ഏൺ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ലക്ഷറി ഗുഡ്സ് ആയാലും, ലക്ഷറി ഗുഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ എത്ര
എത്ര വാല്യൂ കൂടിയാലും ആളുകൾ അത് പ്രിഫർ ചെയ്യും. ബിക്കോസ് അത് ലക്ഷൂറിയസ് ആണ്. ലൈക്ക് എ ഫോറിൻ കാർ, അവരത് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ കൂടുതലുള്ളതുകൊണ്ടാണ്. എക്സാമ്പിൾ ഫെരാരിയുടെ ഒരു കാർ മേടിക്കുന്നു. ഇവിടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫെറാരിയുടെ കാർ മേടിക്കുന്നത്? വില കുറഞ്ഞുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇത്തരത്തില് ഈ കാറിന് ഇത്രയും വില ഉള്ളത് കൊണ്ട് നമ്മളുടെ കയ്യിൽ അത്രയും കാശ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അങ്ങനെ ഒരു കൺസ്യൂമർ ഗുഡ്സ്, അങ്ങനെ ഒരു കാർ മേടിക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ കാർ മേടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ പ്രൈസ് വേരി ചെയ്താലും അദ്ദേഹം ആ കാർ മേടിക്കും. ഓക്കെ, ബിക്കോസ് ഇങ്ങനെയുള്ള ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ ലക്ഷറി ഗുഡ്സിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നോർമൽ കേസിൽ ഈ പ്രൊഡക്റ്റ് അവർ മേടിക്കും. ദാറ്റ് കേസ് ഒരു അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസിൽ ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ താരിഫാണ് റവന്യൂ താരിഫ്. ഓക്കെ, സോ റവന്യൂ താരിഫ് നോർമലി ഇമ്പോസ് ചെയ്യുന്നത് ലക്ഷറി ഗുഡ്സിൽ ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് ലക്ഷറി ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഗവൺമെന്റ് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആന്റി ഡംപിംഗ് താരിഫ്. ആന്റി ഡംപിംഗ് താരിഫ് എക്സ്പോർട്ടേഴ്സ് ആക്ച്വലി ഡംപിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, ക്വാളിറ്റി കുറഞ്ഞ ഗുഡ്സ് രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അത് ഒഴിവാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് മേൽ ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. സോ അറ്റ് ടൈംസ് എക്സ്പോർട്ടേഴ്സ് വിൽ സെൽ ദെയർ ഗുഡ്സ് അറ്റ് എക്സ്ട്രീംലി ലോവർ പ്രൈസ്. എന്തുകൊണ്ടായിരിക്കും അത്രയും വില കുറഞ്ഞു വെക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. എക്സ്ട്രീംലി ലോവർ പ്രൈസ് ടു ക്യാപ്ചർ ദി മാർക്കറ്റ് ഈസ് കോൾഡ് ഡംപിംഗ്. നിലവിൽ ഇപ്പോ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, ചില ചൈനീസ് പ്രൊഡക്ട്സ്, മൊബൈൽ ഫോൺ പോലുള്ള പ്രൊഡക്ട്സുകൾ ഒരുപാട് കുറഞ്ഞ വിലയിൽ, വളരെ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. ഇങ്ങനെ അവൈലബിൾ ആകാനുള്ള കാരണം എന്താ? അവർക്ക് മാർക്കറ്റ് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പുതിയ പ്രൊഡക്ട്സ് വന്നപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സെക്കൻഡ് എമർജിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ കൊണ്ട് തള്ളുവാണെങ്കിൽ, ഡംപ് ചെയ്യുവാണെങ്കിൽ ദേ ക്യാൻ ഗെയിൻ മോർ. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡംപിങ്ങിലേക്ക് പല എക്സ്പോർട്ടേഴ്സും പോകാറുണ്ട്. അങ്ങനെ ഡംപിംഗ് വരുവാണെങ്കിൽ അത് ഡൊമസ്റ്റിക് ഇക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. സച്ച് സിറ്റുവേഷൻസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് ആന്റി ഡംപിംഗ് താരിഫ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് താരിഫ്. Protective tariff are enacted with the aim of protecting the domestic industry from the foreign competitors. So basically നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ഫോറിൻ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ഫോറിനിൽ നിന്ന് നമ്മളുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രീസിൻ്റെക്കാൾ കുറഞ്ഞ പ്രൈസിൽ, കുറഞ്ഞ ചെലവിൽ ഫോറിനിൽ നിന്നും ഗുഡ്സ് കിട്ടുവാണ്. അങ്ങനെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ഇമ്പോർട്ടിന്മേൽ അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. ആ അഡീഷണൽ ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ ഡ്യൂട്ടീസ് ഒന്നും കൂടാതെ തന്നെ അഡീഷണൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. അത്തരത്തിലുള്ള താരിഫാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. നെക്സ്റ്റ്, ഇത്രയുമാണ് താരിഫ് ബാരിയേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ലെറ്റ് മി റിപ്പീറ്റ്. സ്പെസിഫിക് മീൻസ് ഒരു പ്രൊഡക്റ്റിൽ ആ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രം നോക്കിയിട്ട്. ഓക്കെ, ഫിസിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരാവുന്നത് വെയിറ്റ് ആകാം, അല്ലെങ്കിൽ മെഷർമെന്റ് ആകാം. കമ്മോഡിറ്റിയുടെ എത്രമാത്രം വെയിറ്റ് ഉണ്ട്, എത്രമാത്രം മെഷർമെന്റ് ഉണ്ട്, അതനുസരിച്ച് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് സ്പെസിഫിക് ഡ്യൂട്ടി. വേറസ് ആ പ്രൊഡക്റ്റിന്റെ വാല്യൂവിൽ ചാർജ് ചെയ്യുന്നതാണ് അഡ് വലോറം ഡ്യൂട്ടി. ഇനി വാല്യൂവും അതേപോലെ തന്നെ അതിന്റെ ഷേപ്പോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടും ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ സ്ലെഡ്ജിങ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കസ്റ്റമേഴ്സിന് രണ്ട് രീതിയിലുള്ള റേറ്റ് ആയിരിക്കും ഇമ്പോസ് ചെയ്യുന്നത്. ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു ഹൈ റേറ്റ്, ദെൻ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു ലോ റേറ്റ്. അത്തരത്തില് ഡിഫറെന്റ് സ്കെയിലിൽ ഡിഫറെന്റ് പെർസെൻറ്റേജ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ലെഡ്ജിങ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ, അത് എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ സബ്സിഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സിഡിയെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടിംഗ് കൺട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. നെക്സ്റ്റ് ഇസ് റവന്യൂ താരിഫ്. റവന്യൂ താരിഫ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അഡീഷണൽ റവന്യൂ എന്നുള്ള രീതിയിലാണ് നോർമലി ഇമ്പോസ് ചെയ്യുന്നത് ലക്ഷറി പ്രൊഡക്ട്സിലാണ്. സോ ദാറ്റ് ലക്ഷറി പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് ഒരിക്കലും വേരി ചെയ്യില്ല.
എന്തുകൊണ്ടാണ് ഇനിലാസ്റ്റിക് ആണ്. അവരുടെ വാല്യൂ കൂടുമ്പോഴായിരിക്കും അല്ലെങ്കിൽ എമൗണ്ട് കൂടുമ്പോഴായിരിക്കും മേടിക്കാനുള്ള അട്രാക്ഷൻ കൂടുന്നത്. സോ ലക്ഷറി പ്രൊഡക്ട്സ് ആണ് നോർമലി ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് അഡീഷണൽ റവന്യൂ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, വില കുറച്ച് പ്രൊഡക്ട്സുകൾ ഒരുപാട് ഡംപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഡംപിംഗ് ഒഴിവാക്കി ഇക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്റ്റീവ് താരിഫ്, ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് താരിഫ്, അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നു. അതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് താരിഫ് മെഷേഴ്സ്. നെക്സ്റ്റ് ഇസ് നോൺ താരിഫ് മെഷേഴ്സ്. നോൺ താരിഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഫ്ലോ ഓഫ് ഗുഡ്സിനെ തടയുന്നു. അതായത് താരിഫ് റേറ്റ്സ് ടാക്സ് വെച്ചിട്ടല്ല, ഗുഡ്സിന്റെ ഫ്ലോ ഡയറക്ട്ലി തടയുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സി. ഫസ്റ്റ് ടൈപ്പ് ഇസ് quota system. In this system, country can fix in advance the limit of import quantity of a specific commodity that would be permitted from various countries during a given period. സോ പല തരത്തിലുള്ള കോട്ടയുണ്ട്. കോട്ട എന്ന് ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന നമ്പർ. ഒരു ടൈം പീരീഡിലേക്ക് ഇന്ത്യയിലേക്ക് മാക്സിമം ഇത്ര കാറുകളെ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, മാക്സിമം 30 കാറുകളെ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മാക്സിമം കോട്ട. അതിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് അതില്ല. ഓക്കെ, ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോട്ട റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോട്ട റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പലതരത്തിലുള്ള കോട്ടാസ് ഉണ്ട്. ലൈക്ക് താരിഫ് ആൻഡ് കസ്റ്റംസ് കോട്ട. ഇത്രയും താരിഫ് വരുന്ന പ്രൊഡക്റ്റ് മാത്രമേ ഒരു കമ്പനിക്ക് ഒരു ടൈം പീരീഡിൽ ഇമ്പോസ് ചെയ്യാൻ പാടുള്ളൂ, ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് വരുവാണെങ്കിൽ അതിനെയാണ് താരിഫ് ആൻഡ് കസ്റ്റംസ് കോട്ട എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ടു, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. എനിവേ, കോട്ട സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്പറിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. അതായത് ഒരു സീലിംഗ് വെക്കുന്നു. ഈ സീലിംഗ് നമ്പറിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന സീലിംഗിൽ കൂടുതൽ ഒരു പ്രൊഡക്റ്റ് പോലും ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ്. അത് ഇന്ത്യയിലേക്ക് മൊത്തം വരുന്നതിന്റെ ആകണം നിർബന്ധമില്ല, ഒരു കസ്റ്റമർക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന ഇത്രയുമാണ് എന്നുള്ള രീതിയിലുള്ള സീലിംഗും കോട്ട സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ് പലപ്പോഴും ഇമ്പോസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ കൺട്രിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഗുഡ്സിനകത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ഇഷ്യൂസ് വരുന്നത്. പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പല കേസുകളിലും നമ്മളുടെ പ്രൊഡക്റ്റുകൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് റിജക്ട് ചെയ്ത് വിടാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് there must be an expected standard. അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടാകാം, ഒരു ക്വാളിറ്റി ലെവൽ ഉണ്ടാകും. ആ ക്വാളിറ്റി ലെവലിൽ കുറയുവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അതിനെയാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്. ചില കേസുകളിൽ ചില നിയമം പ്രകാരം, അതായത് ഒരു മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടക്കണമെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിന്റെ 40% എങ്കിലും ഇന്ത്യയിൽ തന്നെയുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അങ്ങനെ വേണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ഇത്രയും എംപ്ലോയീസ് എങ്കിലും അതിനകത്ത് വർക്ക് ചെയ്യണം, ഇന്ത്യക്കാരായിട്ടുള്ള ഇത്രയും കോസ്റ്റെങ്കിലും അതിനകത്ത് വന്നിരിക്കണം, അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതും ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റിന് എക്സാമ്പിൾ ആണ്. When a foreign country makes products in a country, their materials, parts, etc. that have been made in that country rather than imported. So ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. അതായത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്നും മേക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് പകരം ഈ ഒരു പാർട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റൂളിനെയാണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം. ലോക്കൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കൂ, പ്രൊഡക്ഷൻ അനുവദിക്കൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ലേബലിംഗ്. Certain nations insist on specific labeling of the product. For instance, the European Union insists on product labeling in major languages spoken in European Union. സോ ചില രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്റ്റിൽ, അവിടെ വരുന്ന പ്രൊഡക്റ്റിനകത്ത് പ്രൊഡക്റ്റിൽ ഇന്ന ഭാഷ ഉണ്ടായിരിക്കണം,
അല്ലെങ്കിൽ ഇന്ന ലേബൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കണം, ഈ ലേബലിൽ ഇന്ന ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് പല രാജ്യങ്ങളും ഇമ്പോസ് ചെയ്യാറുണ്ട്. ഇവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കേസാണ്. യൂറോപ്യൻ യൂണിയൻ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ലേബൽ, അതായത് അങ്ങോട്ടേക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കയറ്റി വെക്കണമെങ്കിൽ ആ ലേബലിൽ യൂറോപ്പിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിലെ കാര്യങ്ങൾ എഴുതിയിരിക്കണം. അതർവൈസ് എക്സ്പോർട്ടിംഗ് പോസിബിൾ അല്ല. Next is packaging requirements. Some countries ask the specific kind of packing of material. For instance, European Union insists on recyclable packaging materials. Otherwise, imported goods will be rejected. So, ചില രാജ്യങ്ങൾ അവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പാടില്ല. ഓക്കെ, ഈ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാകാൻ പാടില്ല, പേപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റിയുള്ള പേപ്പർ ആയിരിക്കണം, ഇത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പാക്ക് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള റിക്വയർമെന്റ്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. ഇൻ കേസ് ആ പറയുന്ന റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ റിജക്ട് ചെയ്യും. അതിനെയാണ് പാക്കിംഗ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൗൺസിലർ ഫോർമാലിറ്റീസ്. A number of importing countries demand that the shipping documents should include consular invoice certificate by their consulate stationed at the exporting country. അതായത് ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ കൗൺസിലേറ്റ് ടു ബ്രിട്ടൻ, ഇപ്പൊ നമ്മൾ ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കൗൺസിലേറ്റ് ടു ബ്രിട്ടനിനകത്ത് ഈ പറയുന്ന റിക്വയർമെന്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗൂഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ച് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗുഡ് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റൂ. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചില രാജ്യങ്ങളിൽ വരും. എൻ്റെ എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞാണ്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ബ്രിട്ടനിലേക്ക് വരുന്നില്ല. സോ ഓർക്കേണ്ടത് കൗൺസിലറുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിലർ ടു അനദർ കൺട്രി, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുള്ള ഒരു ബോഡിയാണ്. അവിടെ ഉള്ള നമ്മുടെ കൺട്രി റെപ്രസെന്റേറ്റീവിന്റെ സൈനോട് കൂടി മാത്രം ഈ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് കൗൺസിലർ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. Then next is state trading. The imports and exports are not allowed or import from or export canalized items directly on its own. Like ചില കേസുകളിൽ, ചില സിറ്റുവേഷനിൽ ചില പ്രോഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും സോൾ ട്രേഡർ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഒരു കാരണവശാലും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് എക്സ്ക്ലൂസീവ്ലി സ്റ്റേറ്റിന് മാത്രമായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് MMTC ഇന്ത്യ ലിമിറ്റഡ്. അവർ ചെയ്യുന്ന ബിസിനസ് ആണ്. സോ ഇവിടെയും വരുന്നത് അവർക്ക് മാത്രമേ, സ്റ്റേറ്റ് ബോഡിയാണ്, സ്റ്റേറ്റിന് മാത്രമേ ഈ പറയുന്ന പ്രോഡക്റ്റിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ സാധാരണക്കാർക്ക് ആ പ്രോഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതും ഇതിനൊരു എക്സാമ്പിൾ ആണ്. Then next is preferential arrangements. A trade pact between countries that reduces tariff for certain products to countries who sign the agreement. While the tariff are not necessarily eliminated, they are lower than countries not party to the agreement. It's a form of economic integration. അതായത് ചില എഗ്രിമെന്റ്സ് വഴി, നമ്മൾ FTA കാര്യം പറഞ്ഞില്ലേ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അങ്ങനെ ചില എഗ്രിമെന്റ് വഴി പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുന്നു. അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ താരിഫ് ബാരിയർ അല്ല വരുന്നത്, നോൺ താരിഫ് ബാരിയർ ആണ്. അതായത് നിങ്ങൾ ഈ രാജ്യത്ത് നിന്നും, ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് അഡീഷണൽ ബെനിഫിറ്റ്. വെറാസ് ഇന്ത്യയിൽ നിന്നും നിങ്ങൾ അത് ചൈനയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ട്രേഡ് എഗ്രിമെന്റ് വഴി. അതിനെയാണ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. The import has to ensure that adequate foreign exchange is available for import of goods by obtaining a clearance from exchange control authorities prior to concluding the contract with the supplier. So ഇത്തരത്തിൽ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യും. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കറൻസി നമ്മൾ പേ ചെയ്യേണ്ടി വരും. ആ പേ ചെയ്യേണ്ടത് ഫോറിൻ കറൻസിയിലാണ്, റൈറ്റ്? ഇമ്പോർട്ടറുടെ ഡ്യൂട്ടിയാണ് ഫോറിൻ കറൻസി പേ ചെയ്യുക എന്നുള്ളത്. അത്രയും ഫോറിൻ കറൻസി അവൈലബിൾ ആണോ എന്ന് എൻഷുർ ചെയ്യണം. അത്രയും ഫോറിൻ കറൻസി അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് മേജർ നോൺ താരിഫ് ബാരിയേഴ്സ്. ഒന്നും കൂടി ഞാൻ പറയാം ഓരോന്നായിട്ട്.
ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോട്ട സിസ്റ്റം ആണ്. നമ്പറിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. നമ്പർ, എത്രമാത്രം പ്രൊഡക്ട്സ് ഒരു ടൈമിൽ എക്സ്പോർട്ട് ചെയ്യാം, എത്രമാത്രം പ്രൊഡക്ട്സ് ഒരു ടൈമിൽ ഇമ്പോർട്ട് ചെയ്യാം, അതിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതാണ് കോട്ട സിസ്റ്റം. രണ്ടാമതായിട്ട് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനകത്ത് മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ആ സ്റ്റാൻഡേർഡ് മേ ബി ISO സർട്ടിഫിക്കേഷൻ പോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ദെൻ മൂന്നാമതായിട്ട് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്സ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം, ഇത്രയും ആളുകൾ ഇത്രയും പോർഷൻ എങ്കിലും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് ലേബലിംഗ്. ഒരു സ്പെസിഫിക് ലേബലിംഗ്, അതായത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ മിനിമം 2 ഒഫീഷ്യൽ ലാംഗ്വേജിലെങ്കിലും എഴുതിയിരിക്കണം എന്നൊരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ലേബലിംഗ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഈസ് പാക്കേജിംഗ് റിക്വയർമെന്റ്. പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട് പാക്കേജിങ്ങിനകത്ത് ക്വാളിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് പാക്കേജിംഗ് റിക്വയർമെന്റ് ആണ്. ദെൻ കൗൺസിലർ ഫോർമാലിറ്റീസ്. ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ പെർമിഷനോട് കൂടി മാത്രമേ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നു, അതൊരു എക്സാമ്പിൾ ആണ്. ദെൻ സ്റ്റേറ്റ് ട്രേഡിംഗ്. എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ് ട്രേഡിംഗ് ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്, അവിടെ മറ്റുള്ളവർക്ക് ട്രേഡ് നടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. ദെൻ പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ്സ് ലൈക്ക് ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയ പോലുള്ള അറേഞ്ച്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഇന്ന പാർട്ടിയാണ്. ഔട്ട്സൈഡേഴ്സിന് റേറ്റ് കൂടുതലായിരിക്കും, അതുവഴി ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. ഇമ്പോർട്ടഡ് ഡ്യൂട്ടി ആണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫോറിൻ കറൻസി അഷ്യൂർ ചെയ്യേണ്ടത്. സോ ഫോറിൻ കറൻസി സഫീഷ്യന്റ് ആയിട്ട് ഇല്ലെങ്കിൽ അത് ഇമ്പോർട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ അതർ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സേഫ്റ്റി റെഗുലേഷൻസ് ആണ്. മിനിമം ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, മിനിമം സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ദെൻ ചില ടെക്നിക്കൽ ഫോർമാലിറ്റീസ്, കണ്ടന്റ് വൈസ് ഫോർമാലിറ്റീസ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ചില ലോസ്. ദെൻ എംബാർഗോ. അവിടെ നിന്നും ഒരു രാജ്യത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എംബാർഗോ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പ്രൊഡക്ട്സ് ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള തടയലാണ്, എന്നുള്ള റെസ്ട്രിക്ഷൻ ആണ്. ഇതൊക്കെ ഇങ്ങനെ പല രീതിയിൽ നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്. സോ ദീസ് ആർ ദി മേജർ വൺസ്. ഓക്കെ, എനി ഡൗട്ട്സ്? ഇന്നത്തെ ടോപ്പിക് ഇത്രയും ഏരിയാസ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാ. വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ്. എന്തെങ്കിലും ഡൗട്ട്സ്? സ്റ്റേറ്റ് ട്രേഡിംഗ്. സ്റ്റേറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ് ട്രേഡിംഗ് റൈറ്റ്സ് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. OPM. ഇന്ത്യയിൽ 2 ബോഡിക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു ബോഡിക്കും ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള അധികാരമില്ല. 2 ഓർഗനൈസേഷൻ, 2 ഗവൺമെന്റ് ഓൺഡ് ലാബോറട്ടറീസിന് മാത്രമേ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ, വേറൊരു ബോഡിക്കും ഇമ്പോർട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ട്രേഡിംഗ് മാത്രമേ പോസിബിൾ ആവൂ. ഓക്കെ, എനിത്തിങ് എൽസ്? Nothing. Okay, then thank you for your time. നമ്മൾ വീണ്ടും മറ്റന്നാൾ ഈവനിങ് 8-ന് നെക്സ്റ്റ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.